ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് എന്നോടൊപ്പമുള്ളത് കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്ന വിലപ്പെട്ട ശ്രേഷ്ഠ ഭൃത്യൻ കെ മത്തായി പാസ്റ്റ്, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി മേരി മത്തായിയാണ്. ഇവരുടെ സാക്ഷ്യവും അനുഭവങ്ങളുമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. സാക്ഷ്യങ്ങളും അനുഭവങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുക, കാണുക. അനുഗ്രഹമായാൽ നിങ്ങൾക്ക് അറിയുന്നവർ ഇദ്ദേഹത്തെ വിളിക്കുക. ഈ വാർദ്ധക്യ കാലഘട്ടത്തിലും ദൈവത്തിന് വേണ്ടി വളരെ എരിവോടെ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ടായി. ആ ഒരു ആത്മനിയോഗത്തിലാണ് ഇവരുമായിട്ട് ഇവരുടെ സാക്ഷ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ദേവദാസന്റെ വീട് എവിടെയാണ്? വീട് നേര്യമംഗലം മണിമരുഞ്ചാല്, പെരുമ്പാവൂര് അടുത്ത്. അതെ. അതെ. പാസ്റ്റർ പേര്? പേര് പാസ്റ്റർ കെ എ മത്തായി. ആന്റിയുടെ പേരെന്താ? എന്റെ പേര് മേരി മത്തായി. മേരി മത്തായി. മത്തായി. ഓക്കെ. സ്വന്തം സ്ഥലം എവിടെയാ? സ്വന്തം സ്ഥലം കോലഞ്ചേരിക്ക് തെക്കുവശം. താമസിക്കുന്ന സ്ഥലം വെട്ടുത്തറ എന്ന് പറയും. ആണല്ലേ. ആന്റിക്ക് ആദ്യ വിശ്വാസത്തിലാണോ അതോ? എന്റെ അപ്പച്ചനും അമ്മയും യാക്കോബ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാ. അത് കഴിഞ്ഞ് ജനിച്ചതാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ ഇത്ര മക്കളാ? ആന്റി ഇത്ര മക്കളാ? ഞങ്ങൾക്ക് 2 മക്കള്. അല്ല, ഞങ്ങൾ 2 പേർ, ഞാനും എന്റെ ചേച്ചി. ചേച്ചി 2 പെൺകുട്ടികളല്ലേ? അതെ അതെ അതെ. ചേച്ചി ഉണ്ടപ്പോ? ഉണ്ട്. അവര് ദൈവത്തിന്റെ? അതെ അതെ. ദൈവരല്ലേ? അവരുടെ പേരെന്താ? ചേച്ചിയുടെ പേര് ഏലിയമ്മ. ഏലിയമ്മ അല്ലെ. ഈ ദൈവത്തിന്റെ ഭാഗത്തേക്ക് വരാനുണ്ടായ കാരണങ്ങൾ എന്താണ്? അല്ലെങ്കിൽ നമുക്കൊക്കെ അറിയുന്ന ഒരു സാക്ഷ്യം ഉണ്ടാവും നമുക്കൊക്കെ. ഒന്നുകിൽ കർത്താവ് സൗഖ്യമാക്കിയതോ വിടിവിച്ചതോ അങ്ങനെ പല വിഷയങ്ങളുണ്ടാകും ദൈവഭാഗത്തേക്ക് വരാൻ. അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും അനുഭവങ്ങള് ദേവദാസിന് പറയാനുണ്ടോ? അനുഭവം പറയാനുണ്ട്. ആമേൻ. 1972-73 കാലങ്ങളിൽ ഞാൻ സുഖമില്ലാതെ, ശാരീരികമായി സുഖമില്ലാതെ വളരെ ഭാരപ്പെട്ടു, മെലിഞ്ഞു, ക്ഷീണമായി. എന്താണ് രോഗം എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ. പല ആശുപത്രികളിലും, കോതമംഗലം പല ആശുപത്രികളിലും ചികിത്സ തേടി. എന്നിട്ട് തന്നെയും സൗഖ്യമാകാതെ വളരെ ഭാരപ്പെട്ട് അതിനുശേഷമായിട്ട് കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഭയം പ്രാപിച്ചു. 21 ദിവസം അവിടെ കിടന്ന് ചികിത്സ ചെയ്തു. അത് കോലഞ്ചേരി മെഡിക്കൽ മിഷൻ, ബെസോലിയോസ്. 21 ദിവസം. ആ സമയത്ത് ഡോക്ടർ പോൾ പുത്തൂര, അദ്ദേഹം 1ാമൻ ഡോക്ടറാണ്. പുള്ളി അമേരിക്കയിലൊക്കെ പോയി പഠിച്ച് വന്നയാളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന ഡിഗ്രി എല്ലാം പഠിച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ ഒന്നെ പരമാവധി ചെയ്തു, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി. രക്ഷിക്കാൻ വേണ്ടി പരമാവധി ചെയ്തു. എന്നാൽ ഇനി മരണത്തെക്കുറിച്ച് ഭയമുണ്ടോന്ന് ചോദിച്ചു. പേടിയുണ്ടോന്ന് ചോദിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് പേടിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. എന്തായിരുന്നു ജോലി എന്നൊക്കെ ചോദിച്ചു. അപ്പം അന്നൊരു ചെറിയ ബിസിനസ് ഉണ്ടായിരുന്നു, പിന്നെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. കാലമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ പൊതു പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. ശരി, അപ്പോൾ ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞു. ശരി. ഏതായാലും ഇങ്ങനെ പറഞ്ഞ് എൻ്റെ അപ്പച്ചനെ വിളിച്ചതിന് ശേഷമായിട്ട് പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യേ, വീട്ടിൽ കൊണ്ടുപോക്കോ, ഒരു ആശുപത്രിയിലും ഇനി അടുത്ത കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങൾ കൊണ്ടുപോകരുത്. ഇനി നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണ സാധനങ്ങൾ എന്താന്ന് വെച്ചാൽ അവസാന. അതെ അതെ അതെ. ലാസ്റ്റായി, അവസാന ഘട്ടമായി. അപ്പൊ അതിന് ഭക്ഷണം കൊടുത്തോളാൻ പറഞ്ഞു. അപ്പൊ അതിനുശേഷമായിട്ട് വീട്ടിൽ വന്നു. മരണത്തോട് അഭിമുഖമായി മല്ലടിച്ച സമയങ്ങളാണ്. പലപ്പോഴും ബലഹീനമായി അബോധാവസ്ഥയിൽ വന്ന സമയങ്ങളൊക്കെ ഉണ്ട്. ഇല്ല, പറയുന്നില്ല. ഇല്ല, കണ്ടുപിടിച്ച് എന്താണെന്നുള്ള കാര്യത്തിൽ ഡോക്ടർ പറയുന്നില്ല. എന്താണെന്ന് ഒന്നും പറയുന്നില്ല. അത് എന്നാ പിന്നെ നോക്കി എന്താണെന്നൊന്നും അറിയാലോ, അതൊന്നും പറയുന്നില്ല. അതിനുശേഷം അപ്രകാരം അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഞാൻ മരിക്കയില്ല എന്നിങ്ങനെ ഒരു മനസ്സിനൊരു ചിന്താഗതി
എനിക്ക് എൻ്റെ ഉള്ളിൽ ദൈവം തന്നിരുന്നു. അങ്ങനെ ഒരു ചിന്താഗതി വന്നു. ഇങ്ങനെയൊക്കെ ആയാലും ഞാൻ മരിക്കില്ല, കാരണം കർത്താവിലുള്ള വിശ്വാസം അന്ന് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ മരിക്കില്ല. അന്ന് ബൈബിൾ വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള അരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കുടുംബമായിരുന്നു. ദൈവഭക്തിയിൽ പോയതാ, ഭർത്താവ് കുടുംബം ആ നിലക്കൂടെ പോയതാ. അപ്പച്ചനും അമ്മച്ചും രക്ഷിക്കപ്പെട്ടവരായിരുന്നു. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ അപ്രകാരം അതിനുശേഷമായിട്ട് സൗഖ്യം വരാൻ മുഖാന്തരമാക്കി തീർത്തത് എന്താണ് കാരണം എൻ്റെ കൊച്ചപ്പൻ്റെ മകൻ ജ്യേഷ്ഠൻ പീറ്റർ രക്ഷിക്കപ്പെട്ട് ദൈവത്തേക്ക് കടന്നു വന്നു. കീരമ്പാറ സഭയിൽ ആരാധനയ്ക്ക് കൂടിക്കൊണ്ടിട്ടപ്പോൾ ഞാനിങ്ങനെ സുഖമില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് പാസ്റ്ററോട് പറഞ്ഞു. ആ പാസ്റ്ററും ചേട്ടനുമായി വീട്ടിൽ വന്ന് കണ്ടു, സംസാരിച്ചു. അപ്പോൾ അത് സംസാരിക്കുകയും അതിനുശേഷമായിട്ട് രോഗസൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞു. എൻ്റെ ഭാര്യ വിഷം തൊട്ട് എന്ന് പറഞ്ഞാൽ മാമ്പഴം പറക്കാനായിട്ട് പോയതാണ്. ആ സമയത്ത് വെളുക്കപ്പുറായപ്പോഴാണ് പാമ്പ് കടിച്ചിട്ട് ഒരു 5-10 അടി വെച്ചപ്പനോടെ ബോധം കെട്ട് വീണു. അതിനുശേഷം എടുത്തുകൊണ്ട് വന്ന് പ്രാർത്ഥിച്ചു, മരുന്ന് തരണ്ടെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. എന്നാലും അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥിച്ച് അതിനുശേഷം കർത്താവ് സൗഖ്യം കൊടുത്തു. എന്ന് പറഞ്ഞാൽ ആ വിഷങ്ങളെല്ലാം വയറ്റിൽ നിന്നും അതുപോലെ തന്നെ മൊത്തത്തിൽ കൂടെ പോയി എന്നാൽ സൗഖ്യമായി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വിശ്വാസം വർദ്ധിച്ചു, എനിക്ക് വിശ്വാസമായി. അപ്പൊ എനിക്ക് രക്ഷപ്പെടാം, എൻ്റെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നുള്ള വിശ്വാസം എൻ്റെ ഉള്ളില് പരിപൂർണ വിശ്വാസം ഉണ്ടായി. അപ്പോ യേശു കർത്താവ് ഉണ്ടായിരുന്ന കാലത്താണ് എനിക്ക് അസുഖമെങ്കിൽ എന്നെ കർത്താവ് സൗഖ്യമാക്കിയേനെ എന്നുള്ള വിശ്വാസം എൻ്റെ ഉള്ളിൽ പഠിപ്പിക്കാതെ വചനം അറിയാം, വചനം എൻ്റെ ഉള്ളില് പാട്ട് ഇതെല്ലാം ഉള്ളത് കൊണ്ട് അറിയാവുന്നതുകൊണ്ട്. അപ്പൊ അങ്ങനെ സൗഖ്യമാക്കുന്നുള്ള വിശ്വാസം പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷമായിട്ട് ഞങ്ങൾ സന്ധ്യപ്രാർത്ഥനയിൽ, അതായത് ഞങ്ങളൊരു 10-15 പേര് അടുത്തുള്ളായിരിക്കുന്ന ഞങ്ങളുടെ സ്വന്തക്കാരും ആൾക്കാരൊക്കെ വരുമായിരുന്നു പ്രാർത്ഥനയ്ക്ക് വൈകുന്നേരം. ആ സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വന്നു. എന്നാൽ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നെ അഭിഷേകം ചെയ്യുകയും അന്യഭാഷ സംസാരിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷമായി അന്ന് രാത്രികാലം എനിക്ക് പൂർണ്ണമായ സൗഖ്യം കർത്താവ് തന്നു, പൂർണ്ണമായ സൗഖ്യം തന്നു. ഇതിപ്പം ഏതാണ്ട് 52 വർഷത്തോളമായിട്ടുണ്ട് സൗഖ്യം പ്രാപിച്ചിട്ട്. അന്ന് വരെ ഇന്ന് വരെയും കർത്താവ് എന്നെ നടത്തുന്നു, പരിപാലിക്കുന്നു. ആരോഗ്യക്കുറവില്ലാതെ കർത്താവിനെ സാക്ഷീകരിച്ചും ശുശ്രൂഷിച്ചും പ്രവർത്തിച്ചും പ്രാർത്ഥിച്ചും ആ പ്രകാരം മുമ്പോട്ട് പോകുന്നു. അന്ന് വരെ ഇന്ന് വരെ ഞാൻ കർത്താവിന്റെ സാക്ഷിയാണ്. കർത്താവിന്റെ ദാസനും ദാസിക്കും എത്ര തലമുറകളാണ്, മക്കളാണ്? 5 മക്കളാണ്. 5 മക്കളല്ലേ? അവരുടെ പേരെന്തൊക്കെയാ? പേര് സാം മാത്യു, യോശുവ മാത്യു, അക്സ മാത്യു, മോസ മാത്യു, ഇസ്രായേൽ മാത്യു. അതില് ദൈവത്തിന്റെ പേരിൽ എത്ര ആളുണ്ട്? 2 പേരുണ്ട്. 2 പേരിൽ ആരൊക്കെയാ? അത് സാം മാത്യുവും മോസ മാത്യു. മോസസ് അവരൊക്കെ അതെ വാസേഴ്സ് ആണ്. സഭ ശുശ്രൂഷയുണ്ട്, സഭയുണ്ട്. മോളെ പേരെന്താ? മോള് അക്സ. മോളെവിടെയാ വിവാഹം ചെയ്തിരുന്നത്? പോത്തുകണ്ടം, അയറിഞ്ച്, ഇടുക്കി. ഫാമിലി അല്ലേ? ഫാമിലിയാ. അവിടെ ഭർത്താവിന്റെ പേര് ഫിന്നി. മക്കളെത്ര പേരാ? മക്കള് 2 പേര്. മക്കള് ഒരാള്. യോശുവയ്ക്ക് 3 പേര്. അല്ല, ഇനി മോസ്. 2 പേരില്ലേ? അതെ, മൂത്ത ആണും രണ്ടാമത്തെ മോളും. അതുപോലെ ഇസ്രായേലിന് ഒരു കുട്ടി. അതെ. കർത്താവിൽ ചേർക്കപ്പെട്ടു അല്ലേ? അതെ. അനുഗ്രഹിക്കട്ടെ. ശരിക്കും പാസ്റ്റർ, ഈ അട്ടപ്പാടിയിലേക്ക് വന്നിട്ട് എത്ര വർഷമായി? ദൈവത്തിന്റെ വേലയുമായിട്ട് വന്നിട്ട്
31 വർഷമായി. 31 വർഷക്കാലം അല്ലേ? അതെ. അന്നൊക്കെ ഈ അട്ടപ്പാടിന്റെ അവസ്ഥ എന്തായിരുന്നു പാസ്റ്റർ? അന്ന് വളരെ തണുപ്പും അതെ അതെ ചെളിയും അതുപോലെ തന്നെ മനുഷ്യന് വഴി റോഡ് സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന ഒരു കാലമാണ്. അതെ. ഏത് വർഷമായിരുന്നു അത്? അത് 1995 മുതലാണ്. ഓ, ആ സമയത്താണല്ലേ? അതെ അതെ. അന്ന് ശരിക്കും അട്ടപ്പാടിയില് പുരോഗതി ഒന്നുമില്ല, പരിപാടിയില്ല. ബസ് റൂട്ടൊക്കെ ഉണ്ടോ? ബസ് റൂട്ട് ഇത് മാത്രമേ ഉള്ളൂ. ആണല്ലേ? അതെ. മണ്ണാർക്കാട് മുതൽ ആനക്കട്ടി വരെ. ആനക്കട്ടി വരെ ഉള്ളത് അത് മണ്ണാർക്കാട്ട് നിന്ന് ആനക്കട്ടി വരെ ഉള്ളത്. അങ്ങോട്ട് നമ്മൾ അതിനകത്തേക്കുള്ള ഗ്രാമങ്ങൾ ഇല്ല, പോക്കറ്റ് റോഡുകളിലൊന്നും ബസ് സർവീസ് ഇല്ല. ജീപ്പാണ് ഓടിക്കൊണ്ടിരുന്നത്. ജീപ്പാണ്. ഈ അട്ടപ്പാടിലേക്ക് വരാൻ എന്താണ് ഒരു കാരണം? സ്ഥലം മാറ്റമായിട്ടാണോ അതോ? സ്ഥലം മാറ്റമാണ്. ഓക്കെ ഓക്കെ. അന്ന് പാസ്റ്റ് എങ്ങനെ അങ്ങോട്ട് സ്ഥലം മാറി വന്നത്? മാറി വരാൻ കാരണം ഞാന് പെരുമ്പാവൂർ സെന്ററിൽ ജോസ് പാർട്സ് സെന്ററിൽ മുനിപ്പാറ സഭയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സഭയിൽ നിന്ന് മാറുന്ന ആഗ്രഹിച്ചു. അതിനുശേഷമായിട്ട് പാസ്റ്റർ പറഞ്ഞു പുന്നേക്കാട് ഒരു സഭയുണ്ട്, ആ സഭയിൽ പോയി ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ തീരുമാനിച്ച് എല്ലാ കാര്യങ്ങളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിന് ഒരാഴ്ച മുമ്പ് പാസ്റ്റർ വന്ന് പറഞ്ഞു, മാറണ്ട, അവിടെ തന്നെ നിൽക്ക്. അതെ, പുന്നേക്കാട്ട് തോമസ് പാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു പാസ്റ്റർ നേരത്തെ സെൻട്രൽ പാസ്റ്റർ ആയിരുന്നു വയനാട്ടിൽ. അദ്ദേഹത്തിന് അവിടെ സുഖമല്ല എന്നിട്ട് നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്, ആ സഭ കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ചായന് ഇഷ്ടം പോലെ ചെയ്തോ, കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് ഇവിടെ ഒരു വർഷം കൂടെ നിൽക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സഭയിൽ എല്ലാവരുമായിട്ട് പറഞ്ഞു, ആലോചിച്ചു, ഞങ്ങൾ തീരുമാനിച്ചു, യാത്രയയപ്പ് വരെയും തീരുമാനിച്ചിരിക്കുക, ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് എന്നോട് അടിമാലി സെൻറ്ററിലൊരു സഭയുണ്ട്, അങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് പറ്റില്ല, ഇച്ചിരി തണുപ്പും കൂടുതലുള്ള സ്ഥലമാണല്ലോ. അതിനുശേഷമായിട്ട് എന്നാൽ ഞാൻ ഒരു വേറെ സഭ ഏതെങ്കിലും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. കുമ്പനാടി അന്ന്. അതിനുശേഷമായിട്ട് അന്ന് TS എബ്രഹാം ആയിരുന്നു കേരള സ്റ്റേറ്റ് സെക്രട്ടറി. അദ്ദേഹം അതുപോലെ തന്നെ KC ജോൺ പാസ്റ്റർ ഒരു ക്രൂസേഡിന് പ്രസംഗിക്കാനായിട്ട് പെരുമ്പാവൂർ വരുമ്പോൾ ആ സമയത്താണ് ഈ ലെറ്ററുമായിട്ട് എന്നാൽ വന്നു. അത് ഇങ്ങനെ അട്ടപ്പാടിയിൽ ഒരു സഭയുണ്ട്, കുണ്ടമ്പാറയാണ് സഭ, നല്ല സഭയാണ് എന്നോട് പറഞ്ഞു എന്ന്, ആ സഭയുടെ ചാർജ് ബ്രദർ എടുക്കണം എന്ന് എന്നോട് പറഞ്ഞു. ശരി എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നിയമനത്തിന്റെ കത്ത് എൻ്റെ കയ്യിൽ നേരിട്ട് തന്നു KC ജോൺ പാസ്റ്റർ. അപ്പോൾ ജോസ് പാസ്റ്റർ നിൽക്ക ചെയ്ത് KC ജോൺ പാസ്റ്റർ നേരിട്ട് എൻ്റെ കയ്യിൽ കത്ത് തന്നു. അപ്രകാരമാണ്, ആ കത്ത് പ്രകാരമാണ് ഞാൻ അട്ടപ്പാടിയിൽ വരാൻ കാരണവും ഈ അപ്രകാരമാണ്. അതിനുശേഷം ഞാൻ ബസ്സിൽ കയറിയപ്പോൾ പെരുമ്പാവൂരിന് പോരുമ്പോൾ ആ സമയത്ത് പോൾ രാജ് എന്ന് പറഞ്ഞായിരിക്കുന്ന ആനമറ്റി പാസ്, ഇപ്പോൾ സെൻട്രൽ പാസ്സാണ് പോൾ രാജ് പാസ്, എന്നെ കണ്ടു. എന്നോട് പറഞ്ഞു, പാസ്റ്റേ എങ്ങോട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ നിയമനം കിട്ടി അങ്ങോട്ട് അട്ടപ്പാടിക്ക് പോവാന്ന് പറഞ്ഞു. അത് ദൈവം അയക്കുന്നതാണ് എന്ന് എന്നോട് പറഞ്ഞു. ദൈവം അയക്കുന്ന കേട്ടോ, പൊക്കോളാൻ പറഞ്ഞു. ശരി, ഞാനതും ഏറ്റെടുത്തു പോന്നു. അങ്ങനെ അട്ടപ്പാടിയിൽ വന്നു. കർത്താവിന്റെ വേലയുടെ ഭാഗത്ത് കർത്താവിന്റെ ദാസൻ എന്തെങ്കിലും ഒരു വ്യത്യസ്തമാകുന്ന ദൈവത്തിന്റെ കരുതൽ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ മുനിപ്പാറ സഭയിലായിരിക്കുമ്പോ പൈസയൊന്നും കയ്യിലില്ല. ഞങ്ങളുടെ അരി സാധനങ്ങളെല്ലാം പിടിയരി കൊണ്ടൊന്നെല്ലാം തീർന്നുപോയി. അതിനുശേഷമായിട്ട് സാമ്പത്തിക സ്വത്രകാഴ്ച കിട്ടുന്നതും ദശാംശം തരുന്നതും ഞങ്ങൾക്ക് തികയാതെ വന്നു. പിള്ളേരുടെ പഠന കാര്യങ്ങൾ ഇങ്ങനെയുള്ളായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഭക്ഷണ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നു. ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ പിള്ളേർക്കൊന്നും കൊടുക്കാനില്ലാതെ വളരെ തളർന്ന് അവശതയായി പിള്ളേർ കിടക്കുന്നു. ആ സമയത്ത് വേറെ ആരും വന്ന് ഞങ്ങളെ സഹായിക്കാനോ ഒരു അരിയോ അല്ലെങ്കിൽ ഒരു സാധനം തന്ന് സഹായിക്കാനില്ലാതെ ഞങ്ങൾ ആ
ഹോളിൽ കിടന്നു. അന്ന് രാത്രി ഞാൻ കരഞ്ഞു, പ്രാർത്ഥിച്ചു. രാത്രി ഉറങ്ങിയില്ല. എന്നാൽ ആ കരച്ചിലും കണ്ണീരും കർത്താവ് കണ്ടു. അതിനുശേഷമായിട്ട് കർത്താവ് അടുത്തുള്ളായിരിക്കുന്ന ക്രാരീരി സഭയിലെ ഒരു മെമ്പർ രക്ഷിക്കപ്പെട്ട് വന്നിട്ട് കുറെ കാര്യങ്ങൾ കുറച്ചായിട്ടുള്ളൂ. എന്നാലും ഇതിന്റെ പേരെന്താ പാസ്റ്ററെ? പേര് ഞാൻ ഓർക്കുന്നില്ല. സാമ്പെന്നാണ് നിൽക്കുന്നത്. വർഷങ്ങളായല്ലേ? അതെ, വർഷങ്ങളായി. ഓക്കെ പാസ്റ്റർ. സാമ്പെന്നാണ്. അതല്ലേ? അതെ, അങ്ങനെ എൻ്റെ ഓർമ്മയിൽ വന്നേ. അപ്പം അദ്ദേഹം ഇഷ്ടം പോലെ സമ്പത്തുള്ള മനുഷ്യരാണ്. ഇഷ്ടം പോലെ നിലം, പുരയുടെ, തോട്ടം, അന്നത്തെ കാലത്തെ കാറ്, ജീപ്പ്, പണിക്കാർ 10-30 പേരുള്ള പുള്ളിക്ക്. അങ്ങനെയുള്ള ധനികനായ മനുഷ്യനാണ്. എന്നാൽ ആ മനുഷ്യന് അന്ന് രാത്രി അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കുന്നില്ല, ഉറക്കവും വന്നില്ല. അദ്ദേഹത്തിന് ഉറക്കവും വന്നില്ല. അദ്ദേഹത്തോട് ദൈവം സംസാരിച്ചു. അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചു. മണിപ്പാറയുള്ളായിരിക്കുന്ന പാസ് കുഞ്ഞുങ്ങളും പട്ടിണിയായി കിടക്കുന്നു, അതുകൊണ്ട് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് കർത്താവ് സംസാരിക്കാൻ തുടങ്ങി. രാത്രി ആ രാത്രി ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ഉറക്കിയില്ല ദൈവം. അതിനുശേഷമായിട്ട് അദ്ദേഹം നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ കടക്കാരനെ വിളിച്ചനുപ്പിച്ച് കടയിൽ നിന്ന് സാധനങ്ങളെല്ലാം മേടിച്ചു. അരി സാധനങ്ങളെല്ലാം മേടിച്ച് തൻ്റെ ജീപ്പിൽ വെച്ചു. ഒരു പണിക്കാരനെയും വിളിച്ചു. അതിനുശേഷമായിട്ട് പറമ്പിൽ നിന്ന് ആ വിറക്, ഈ ജീപ്പ് നിറച്ച് വിറകും, അരി സാധനങ്ങൾ, സകല സാധനം, തേയില മുതൽ പഞ്ചസാര മുതൽ ഇങ്ങോട്ട് അരി മുതൽ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും, ഉപ്പ് വരെ ഉണ്ടാകും. എന്നാൽ ഞങ്ങൾക്കൊരു ഒരു മാസം ഇതിനൊക്കെ സമൃദ്ധിയായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നു. അല്പം പൈസയും 200 രൂപയും തന്നേച്ച് പോയി. അതിനുശേഷമായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വന്നേരെ, ഇന്ന സ്ഥലത്ത് ഞാൻ പണിയെടുക്കുന്ന പണിക്കാരുമായിട്ട് ഇന്ന സ്ഥലത്തൊക്കെ വരും, ആ സ്ഥലത്ത് വന്നാൽ കാണാം, സംസാരിക്കുക, ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ വന്നോട് വന്നേച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പോയിട്ടില്ല. അതേ അയച്ചതാണ്. പിന്നെ ഞാൻ പോയിട്ടില്ല. ഞാൻ പിന്നെ കർത്താവിനോട് പറഞ്ഞ ഒരു കാര്യം, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണത്തിന് യാതൊരുവിധ മുട്ടും വരാതെ ദൈവമേ കുഞ്ഞുങ്ങളെ പരിപാലിക്കണം. ആ ഒരു കാര്യം കർത്താവ് ചെയ്തു തരുമെന്ന് പറഞ്ഞ് അന്ന് കരഞ്ഞു. അന്ന് വരെ ഇന്ന് വരെയും ഭക്ഷണത്തിന് യാതൊരു മുട്ടും വരാതെ ദൈവം കാത്തു പരിപാലിച്ചു. ദൈവം അസമൃദ്ധിയായിട്ട് നടത്തി. അതെ, ആ കാര്യം കർത്താവ് ചെയ്തു തരുന്നു. അനുഭവം തന്നെയാണ്. രാത്രി മൊത്തം കരഞ്ഞു പാസ്റ്റർ? രാത്രി മുഴുവനും കരഞ്ഞു. പക്ഷെ തൊട്ടടുത്തുള്ള അതെ സഹോദരനെ കിടത്തി ഉറക്കിയില്ല. ദൈവം ജീവിക്കുന്ന ദൈവം അല്ലേ? തീർച്ചയായിട്ടും ജീവിക്കുന്ന ദൈവം തന്നെ. ദൈവം നമ്മുടെ കർത്താവ്. അയ്യോ, അതെ. ഒരു കാരണവശാലും നമ്മളെ വിളിച്ച് കണ്ടാൽ മറികടക്കില്ല. സ്വത്രം. വിശ്വസ്തനായ ദൈവം. ആമേൻ. വിശ്വസ്തനായ ദൈവം തന്നെ. ആ സഹോദരനെ ഇപ്പൊ കാണാറുണ്ടോ? ഇല്ല, കാണാറില്ല. തീർച്ചയായിട്ടും ഈ വീഡിയോ ചിലപ്പോ കാണുകയാണെങ്കിൽ, കേൾക്കുകയാണെങ്കിൽ അതെ, വിളിക്കട്ടെ. അതെ അതെ അതെ. സ്വത്രം. അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്ത ആ മനുഷ്യനാണ്. MBBS പഠിച്ച് മനുഷ്യനാണ്. അദ്ദേഹം ഒരു വിഷയത്തിന് തോറ്റുപോയിട്ട് പിന്നെ ജോലി വേണ്ട വെച്ചു. കാരണം അതിനുള്ള സാമ്പത്തികമുണ്ട് ഇദ്ദേഹത്തിന് ഇഷ്ടം പോലെ. അതെ, പണത്തിന്റെ ആവശ്യമില്ല. വേറെ ജോലി ചെയ്ത് ദൈവത്തിന്റെ ഒരു കരുതലല്ലേ? ദൈവത്തിന്റെ വലിയൊരു കരുതലുണ്ടായി. ദേവദാസന്റെ ബൈബിൾ പഠനമൊക്കെ എവിടെയായിരുന്നു? അത് പെരുമ്പാവൂര് അകപ്പെ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. പെരുമ്പാവൂരാണല്ലേ? അതെ, അതെ. പാസ്റ്റർ KN ജോസഫ് ഭാഷ നടത്തുന്ന ബൈബിൾ കോളേജ് സ്ഥാപനമാണ്. അതേത് വർഷമായിരുന്നു പാസ്റ്റർ പഠിച്ചത്? 1982 84 വരെ. അന്ന് DTH അതുപോലെ എന്തെങ്കിലും കോഴ്സുകളുണ്ടോ? അങ്ങനെയല്ല. അന്ന് ഈ എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നതില് അത് ദൈവശാസ്ത്രം അതെ എന്നുള്ളതാണ്. അതെ, അതെ, അതാണ് ദൈവശാസ്ത്രം. 2 വർഷം പഠിച്ചില്ലേ? 2 വർഷം. അന്നൊക്കെ പഠിച്ച ആളുകളിൽ നിന്ന് കേരളത്തിൽ പ്രഗത്ഭന്മാരായിട്ടുള്ള ദേവസ്വന്മാരുണ്ടോ? ഉണ്ട്. ആരൊക്കെ പാസ്റ്റർ? പാസ്റ്റർ ബാബു ചെറിയാൻ. ബാബു ചെറിയാൻ പാസ്റ്റർ കൂടെ ഞങ്ങള് തലേ വർഷവും പിറ്റേ വർഷമായിട്ട് പഠിച്ചു.
പിന്നെ അതുപോലെ ആരെങ്കിലും ഉണ്ടോ ആ കൂട്ടത്തില്? ആ കൂട്ടത്തില് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എണ്ണപ്പെട്ടതായിട്ട് ഇപ്പൊ ബാബുച്ചെറിയാൻ പാസ്റ്റാണ് കൂടുതലായി. പാസ്റ്റോട്ട് എങ്ങനെയാ പാസ്റ്റ് മറ്റേ പാസ്റ്റ്? ഞാൻ ആയിട്ട് വളരെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് വളരെ ഒത്തിരി ഞങ്ങൾ മറ്റേ പ്രവർത്തനം ചെയ്തിട്ടുള്ളതാണ്. പെരുമ്പാവൂർ സെന്ററിൽ ഞങ്ങൾ ഒത്തിരി കൺവെൻഷൻ നടത്തിയിട്ടുണ്ട്. എൻ്റെ ലോക്കൽ സഭയിൽ പല കൺവെൻഷനും നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ കൺവെൻഷൻ പ്രസംഗത്തിന് പ്രോത്സാഹനം കൊടുത്ത് ഇറക്കിയത് ഞാനാണ്. അതെ, കാരണം അത് എൻ്റെ ലോക്കൽ സഭയിൽ ഞാൻ കൺവെൻഷൻ വെച്ചിട്ട് അദ്ദേഹം ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇദ്ദേഹത്തിന് ഒരു ശുശ്രൂഷ എന്ന് പറയും, പരസ്യമായിട്ടുള്ള ഒരു ശുശ്രൂഷയാളായിരിക്കുന്ന ദൈവികമായ അനുഗ്രഹങ്ങൾ, വചനം, അതുപോലെ തന്നെ ദൈവശക്തി ഉണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് ആത്മാവിൻ്റെ ഒരു പ്രചോദനം ലഭിച്ചു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചു. ആ ഒരു സമയത്ത് ഗുഡ് ന്യൂസിൽ ബാബുച്ചെറിയാൻ പാസ്റ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെ, എഴുതിയിട്ടുണ്ടായിരുന്നു. അതെ. അപ്പൊ മത്തായി എന്ന് പറയുന്ന ഒരു പാസ്റ്ററുണ്ട്. ആരും അറിയപ്പെടുന്ന പാസ്റ്റല്ല, അറിയപ്പെടാത്തൊരു പാസ്റ്റാണ്. എന്നെ പരസ്യ മീറ്റിങ്ങിന് ഏറ്റവും പ്രോത്സാഹനം ചെയ്തത് മത്തായി പാസ്റ്റാണ് എന്ന് പറഞ്ഞ്. അതെ, അതെ, അതെ. നമ്മൾ ഒരാളെ വളർത്തുകയാണെങ്കിൽ അതൊരു മനസ്സ്. അതെ, ഞാന് അദ്ദേഹത്തെ വിളിച്ച് ക്ഷണിപ്പിക്കും. അത് ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ്. അദ്ദേഹമായിട്ട് എന്ന് പറയാം, ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഓടി വരികയും സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അദ്ദേഹത്തിന്റെ ശൈലിയും സംസാരവും മറ്റുള്ള കാര്യങ്ങളെല്ലാം വന്നപ്പോ എനിക്ക് മനസ്സിലായി ദൈവാത്മാവ്. അതെ, 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 അതെ. കാരണം അന്ന് കേരളത്തില് പരസ്യമായി പ്രസംഗിക്കാൻ ആളില്ലാതിരുന്ന കാലമാണ്. അതാണ്. ഇന്നത്തെ പോലെയല്ല. ഇന്ന് ഇഷ്ടം പോലെ പ്രസംഗന്മാരുണ്ട്, ഇഷ്ടം പോലെ. അപ്പോ അന്ന് അങ്ങനെ ഇല്ല. ഒരു പ്രത്യേകത കണ്ടു. പ്രത്യേകത കണ്ടു. ഏത് വർഷം വിവാഹിതരായത് പാസ്റ്ററൊക്കെ? 1980. വന്ന് വിവാഹിതരാകുമ്പോ ശരിക്ക് പെന്തക്കോസ്തിന്റെ അനുഭവത്തിലല്ലല്ലോ? അതെ, അതെ, അതെ. ആണല്ലേ? KK ചെറിയാൻ പാസ്റ്റാണ് എന്റെ വിവാഹ ശുശ്രൂഷ നടത്തുന്നത്. അത് റാന്നി 1980. ഇപ്പൊ എങ്ങനെയാ, സന്തോഷായിരിക്കുന്നോ രണ്ടുപേരും? സന്തോഷമായിരിക്കും, ദൈവം അറിയാതെ. ആണല്ലേ? അതെ. ഇനി കർത്താവിന് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം പാസ്റ്റർ പരസ്യം പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. വളരെ സന്തോഷമായി പാസ്റ്ററെ. നല്ല ഊർജ്ജസ്വതയോടുകൂടി ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നു. അപ്പൊ എന്റെ മനസ്സിൽ തോന്നി, കർത്താവിന്റെ ദാസന്റെ സാക്ഷ്യം ഒന്ന് പുറത്തേക്ക് ആളുകൾ കേൾക്കണം, അല്ലെങ്കിൽ പുറത്തുള്ള ദൈവജനം ഒന്ന് അറിയണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. അതുകൊണ്ടാണ് പാസ്റ്റർ വന്നത്. അധികം നന്മയായി തീരും. എങ്കിലും ഈ വാർദ്ധക്യ കാലത്തും ദൈവത്തിന്റെ വേല വളരെ ശക്തമായി ചെയ്യുമെന്ന് കേൾക്കുമ്പോൾ അത് തന്നെ ഞങ്ങൾക്കൊരു സാക്ഷിയാണ്. അല്ലെ? പലരും ഇന്ന് അലസതയോടെ മടിയോടെ ഇരിക്കുമ്പോ ആന്റിയും പാസ്റ്ററും ഒക്കെ ദൈവത്തിന്റെ കാര്യങ്ങള് നല്ല തന്റെ ഇടത്തോടെ അഭിമാനത്തോടെ ചെയ്യുന്നത് കേൾക്കുമ്പോൾ വലിയ സന്തോഷം പാസ്റ്റർ. ഇനി എന്താ പാസ്റ്റർ കട്ടപ്പാടിൽ ചെയ്യാനുള്ള ഒരു ആഗ്രഹം എന്താണ്? ആഗ്രഹം ആത്മാക്കളെ നേടണം, ഒരു സഭ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അതെ, നല്ലൊരു സഭ ഉണ്ടാകുന്നുള്ള ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ നാട്ടിലേക്ക് പോവാറുണ്ടോ പാസ്റ്റർ? നാട്ടിലേക്ക് പോയിട്ട് ഇപ്പോ 6 മാസത്തോളമായിട്ട്. 6 മാസമായി. അവിടുത്തെ മാതൃചർച്ച ഏതാ പാസ്റ്റർ? നേര്യമംഗലം സെന്ററിലെ മണിവരിൻ ചാല്. അത് ഏതാ പ്രസ്ഥാനം? ഏതാ പ്രസ്ഥാനം? IPC. ഞാനിങ്ങനെ കേട്ടു പാസ്റ്റർ അവിടെ സ്ഥലം കൊടുക്കുന്നൊക്കെ. അതെ, ഞാനവിടെ എനിക്ക് 1 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു. ആ 1 ഏക്കർ സ്ഥലത്തില് 10 സെന്റ് സ്ഥലം ഞാന്, അതെ, 1975 അതെ, ഞാനത് 10 സെന്റ് സ്ഥലം ഞാൻ ചർച്ചിന് തരാമെന്ന് പറഞ്ഞു. പാസ്റ്റർ KC മാത്യു പാസ്റ്ററുമായിട്ട് സംസാരിച്ചു. അങ്ങനെ ഒരു സഭ, ഒരു ചർച്ച ഉണ്ടാകാനുള്ള താല്പര്യത്തില്, ദൈവത്തെ ആരാധിക്കാനുള്ള ആഗ്രഹത്തിലും താല്പര്യത്തിലും 10 സെന്റ് സ്ഥലം കൊടുക്കുമ്പോൾ ആഗ്രഹത്തിൽ ഞാൻ അപ്രകാരം തീരുമാനിച്ചു. അങ്ങനെ ദൈവാത്മാവിൻ്റെ ആ വലിയ പ്രേരണയുണ്ടായി.
അങ്ങനെ ഞാൻ KC മാത്യു പാസ്റ്ററോട് പറഞ്ഞു, ഈ സ്ഥലത്തിന് സ്ഥലം ഞാൻ തരാം, അതെ 10 സെന്റ് സ്ഥലം തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് സമ്മതിച്ചു. അതിനുശേഷമായിട്ട് ഞങ്ങൾ കോതമംഗലത്ത് ചെന്ന് അത് രജിസ്റ്റർ ചെയ്യാനായിട്ട് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ സംഭാവനയായിട്ട് അങ്ങനെ ഒരു കാരണവശാലും എഴുതാൻ പാടില്ലാത്ത എഴുതാൻ പാടില്ല. സംഭാവനയായിട്ട് ഒരു സ്ഥാപനത്തിനോ പ്രസ്ഥാനത്തിനോ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് കീരമ്പാറ സഭയുടെ ഒരു സംഭാവന 250 രൂപ പറ്റിക്കൊണ്ട് 10 സെന്റ് സ്ഥലം എഴുതി കൊടുത്തു. പറ്റിക്കൊണ്ട് സംഭാവന, അത് അവരുടെ സംഭാവനയാണ് എനിക്ക് തന്നെ. അതെ അതെ, റൂൾസ് അങ്ങനെ 10 സെന്റ് എഴുതി കൊടുത്തു. അത് ആരാധിക്കാൻ വേണ്ടി ഉണ്ട്, ജനമുണ്ട്. ഇന്ന് നമ്മുടെ വത്സൻ എബ്രഹാം, വത്സൻ പീറ്റർ. അതെ, വത്സൻ സഭാനുഗ്രഹമായിരുന്നു. എന്തായാലും കർത്താവിന്റെ ദാസൻ 10 സെന്റ് കൊടുത്തപ്പോൾ ഉയരത്തിൽ അതിന്റെ പ്രതിഫലം വലുതായിരിക്കും. തീർച്ചയായിട്ടും, യാതൊരു മാറ്റവും ഇല്ല. തീർച്ചയായിട്ടും. 1975 ഞങ്ങള് 23 പേര് പെരിയാറ്റില് സ്നാനമെടുത്ത് സഭയുടെ ചർച്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അന്ന് ഈറ്റല കൊണ്ട് മേഞ്ഞ്, അതിനുശേഷം ഇഷ്ടിയെ പിടിച്ച്, അതിനുശേഷം വെള്ളയടിച്ച് അപ്രകാരം ആരാധനാലയം ഉണ്ടാക്കി. ഞങ്ങൾ 1975 23 പേര് സ്നാനം എടുത്ത് ഞങ്ങൾ ഈ സഭ ആരംഭം തുടങ്ങി. അത് പാസ്റ്റർ KG മരിച്ചുപോയ KG ചാക്കോച്ചൻ പാസ്റ്ററാണ് അതിൻ്റെ ഉദ്ഘാടനവും. അന്ന് സെൻട്രൽ പാസ്റ്ററും അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് പ്രസിഡന്റുമായിരുന്നു അദ്ദേഹമാണ് അത്. ഇന്ന് സഭയില് ഏതാണ്ട് 100 മെമ്പേഴ്സ് ഉണ്ട്, അതിൽ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ട്. എന്നാൽ ഏതാണ്ട് 10 പേര് 12 പേരോളം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഈ സഭയിൽ നിന്ന് പോയിട്ടുണ്ട്. കേരളത്തിന്റെ വിവിധമായ സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യുന്നുണ്ട്. അതെ, ആ സഭയിൽ നിന്ന് പോയി അപ്രകാരം ദൈവം വളർത്തി. അങ്ങനെ മുണ്ടപ്പാറയ്ക്ക് വന്നപ്പോൾ അവിടെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ട്. ബിനു എന്ന് പറയുന്ന ഒരു സഹോദരനെ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമായിട്ട് എന്നോട് ചോദിച്ചു, നരകത്തിലേക്ക് ഉള്ള വഴി ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ, നീ തിരിച്ച് നരകത്തിലേക്ക് പോണ വഴിയൊന്നും തിരഞ്ഞെടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നീ പോകുന്ന വഴി തന്നെ നരകത്തിലേക്കുള്ള വഴി തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല എന്ന് ഞാൻ ആ ബ്രദറിനോട് പറയുവാനിടയായത്. അതിനുശേഷം അത് പല വചനങ്ങൾ പറഞ്ഞു, ജീവങ്കിലേക്കുള്ള വഴിയെക്കുറിച്ചും നിത്യങ്കിലേക്കുള്ള വഴിയെക്കുറിച്ചും അത് യേശു കർത്താവിൽ കൂടെയുള്ളായിരിക്കുന്ന വഴിയെക്കുറിച്ചെല്ലാം പറഞ്ഞു. എന്നാൽ അതിന് ബോധ്യമായി. അതിനുശേഷമായിട്ട് അത് ചില മണിക്കൂർ തന്നെ സംസാരിക്കേണ്ടി വന്നു. ഇന്നലെ തന്നെയും അത് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു വിട്ടു. ആ സഹോദരന് രക്ഷിക്കപ്പെട്ട് സ്നാനം കൊടുക്കാനിടയായി തീർന്നു. അതിനുശേഷമായിട്ട് ബൈബിൾ കോളേജിൽ വിട്ട് പഠിക്കുവാനും ഇന്ന് കർത്താവിൻ്റെ വേല ചെയ്യുവാനും അത് ബിനുസ്കറിയ എന്ന് പറയുന്ന പാസ്റ്റർ ഇന്ന് വയനാട്ടിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു IPCയിൽ. അത് ഇവിടെ മുണ്ടൂര് ഭാഗങ്ങളിലൊക്കെ ശുശ്രൂഷിച്ചു പോയതാണ്. അതിനുശേഷമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. നരകത്തിലേക്കുള്ള വഴി അന്വേഷിച്ചു വന്ന ആ മനുഷ്യൻ ഇന്ന് നരക വഴി വിട്ടതിന് ശേഷമായിട്ട് സ്വർഗത്തിലേക്കുള്ള വഴി തിരഞ്ഞെടുത്ത് സ്വർഗത്തിലേക്ക് അനേകരെ കൊണ്ടുപോകത്തക്കവണ്ണം അത് സുവിശേഷ പ്രവർത്തനത്തിൽ ജാഗ്രതനായിരിക്കുകയാണ്. അപ്രകാരം ഒരു അനുഭവം മുണ്ടമ്പാറ വന്നതിന് ശേഷം ഉണ്ടായി. അത് 1995 96 വർഷം. ഒത്തിരി അനുഭവങ്ങളുണ്ട്. അപ്പോൾ ആ ബിനൂസ് കറിയുടെ പെങ്ങളെ സ്നാനപ്പെടുത്താനിടയായി തീർന്നു, അനീനെ രക്ഷയിലേക്ക് കൊണ്ടുവരാനിടയായി തീർന്നു. അങ്ങനെയുള്ളായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുവാനായിട്ട് ദൈവം സഹായിച്ചു. വലിയ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്.
അടിക്കുവാനായിട്ട് പലരും പുറകെ വടിയുമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും അടിച്ചിട്ടില്ല. ആ സമയത്ത് വേറെ ആളുകൾ പിടിച്ചു മാറ്റുവാനും അതുപോലെ തന്നെ അവര് നേരിട്ട് എന്നെ സംരക്ഷിക്കുവാനിടയായി തീർന്നു. അങ്ങനെ പല സ്ഥലത്ത് വെച്ച് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല അനുഭവങ്ങളുണ്ട്. ഇവിടെ തുമ്പക്കണ്ണി സഭയിലായിരിക്കുമ്പോഴും മണ്ണാമ്പറ്റ വെച്ച് ആർസുകാരടിക്കാനായിട്ട് വന്നു. അതിനുശേഷം പല പ്രാവശ്യം അടിക്കാൻ വന്നിട്ട് അടിച്ചില്ല. അതിനുശേഷമായിട്ട് പിന്നെ മാതാപിതാക്കന്മാരുടെ പ്രായമുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടു. എന്നാൽ അടിച്ചില്ല. അതിനുശേഷമായിട്ട് ഒന്നും പറയാനും അവർക്കില്ലാതെ അങ്ങനെ ദൈവം അവരെ മുട്ടിച്ച് അവരെ അയച്ചു. ദൈവം നടത്തുന്ന പോലെയുള്ള കാര്യം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അട്ടപ്പാടി വിട്ടുപോകണമെന്നുള്ള താല്പര്യം വന്നിട്ടില്ല. അല്ല, ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞാൽ നിൽക്കാനുള്ളതിരിക്കുന്ന എന്ന് പറഞ്ഞാൽ പ്രായത്തിൻ്റെ ഉണ്ട്, അതിൻ്റെതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നിട്ട് തന്നെയും ദൈവാത്മാവോ ദൈവമായ കർത്താവോ ഒരു കാര്യം ഇന്ന് വരെ നാട്ടിലേക്ക് പോണ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല, ഇടപെട്ടിട്ടില്ല. അപ്പൊ അതിൻ്റെ വെളിച്ചത്തിൽ ഇനിയും ഇവിടെ ശുശ്രൂഷയുണ്ട്, അല്ലെങ്കിൽ പ്രവർത്തിക്കാനുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നാണ് എനിക്ക് ആത്മാവിൽ ബോധ്യം വരുന്ന കാര്യം. അപ്രകാരമായതുകൊണ്ടാണ്. അതെ, ദൈവം അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. കർത്താവിന് വയസ്സോ പ്രായ ഒരു വിഷയമല്ലല്ലോ. അല്ല, കാരണം കണ്ണു മങ്ങിപ്പോയി അഹിയാ പ്രവാചനെ കൊണ്ട് വരെ ദൈവം ശുശ്രൂഷ ചെയ്യിപ്പിച്ചു. അതെ, ദൈവത്തിന്റെ വലിയ ശുശ്രൂഷ. അല്ലെങ്കിൽ പ്രായം ഒരു വിഷയമല്ല. അല്ല, ദൈവം ഇനിയും ഇത്ര ആയസ്സിൽ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ആയസ്വർ ദൈവം നിർത്തിയത്. അതെ, തീർച്ചയായും ചെയ്യാനുണ്ട്. ഒത്തിരി ആളുകളെ വിശ്വാസത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എവിടെ ചെന്നാലും വിശ്വാസത്തിലേക്ക് ഞാൻ കൊണ്ടുവന്ന ആളുകളെ കുറിച്ച് പറയാറുണ്ട്. ഞാൻ അറിയുന്നില്ല. എൻ്റെ 1975 മുതൽ ഞാൻ സുവിശേഷ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ട്രാക്ടർ എടുക്കുക, രാവിലെ പോവുക എന്ന് പറഞ്ഞാൽ എവിടെയെല്ലാം പോയി സുവിശേഷം അറിയിക്കുമോ, ദൈവം അയക്കുന്നവർക്കിടെയൊക്കെ അങ്ങ് പോവുകയാണ്. ഇങ്ങനെയായിരുന്നു എൻ്റെ സുവിശേഷ പ്രവർത്തന ആരംഭം. അപ്പം അങ്ങനെ എവിടെയെന്നില്ല അപ്രകാരം പോയിട്ടുണ്ട്. പല സഭകളും സ്ഥാപിക്കപ്പെടാനിടയായി തീർത്തിട്ടുണ്ട് നാട്ടില്. അപ്രകാരമുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ സർവശക്തനാധികം സഹായിച്ചിട്ടുണ്ട്. വലിയ സന്തോഷം. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ മുമ്പില് നിങ്ങൾ ചെയ്യുന്ന വേല ഏറ്റവും വലിയതാണ്, ചെറിയ വേലയല്ല. കാരണം ഈ പ്രായത്തിൽ പലരും മക്കളോടൊപ്പം താമസിച്ച് വിശ്രമിക്കുന്ന ഒരു കാലമാണ്. എന്നാൽ അവരൊക്കെ ദൈവരുടെ ഭാഗത്ത് പല സ്ഥലത്തും ആയിരിക്കുമ്പോഴും രണ്ടുപേരും ആത്മീയപരമായിട്ട് ശുശ്രൂഷയിൽ മുൻപോട്ട് കയറി വരുന്നത് കാണുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് വലിയ പ്രചോദനമാണ്. ഈ പ്രായത്തിലും ദൈവം ഇങ്ങനെയുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന അറിയുമ്പോൾ ഉയരത്തിൽ വലിയ പ്രതിഫലമുണ്ട്. ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്റെ മാതാപിതാക്കൾ എത്രയോ പ്രായം കൂടിയവരാണ് നിങ്ങൾ, എത്രയോ അനുഭവമുള്ളവരാണ് നിങ്ങൾ, എത്രയോ അനുഭവ സമ്പത്തുള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് ഞങ്ങളൊക്കെ നിങ്ങളെ നോക്കി പഠിക്കണം, നിങ്ങളെ മാതൃകയാക്കണം എന്ന് വരെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. അനേകർ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ അനേകർക്ക് പ്രചോദനമാകും. അനേകർക്ക് ഒരു വിശ്വാസത്തിലേക്ക് ദേവദാസന്മാർക്കും ദൈവമക്കൾക്കൊക്കെ ഇതൊരു ബലവും ശക്തിയുമാകും. കാരണം അത്തരത്തിലുള്ള ഒരു അനുഭവ സാക്ഷ്യമാണ് നിങ്ങളുടെ കേട്ടത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ.